Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. ജുജു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. മാടായി മണ്ഡലം വെങ്ങര കോൺഗ്രസ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബസംഗമം വെങ്ങരയിൽ KV രാമചന്ദ്രൻ നഗറിൽ KPCC അംഗം MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 3ാം വട്ടവും കേരളത്തിൽ അധികാരത്തിലെത്താമെന്നത് പിണറായിയുടെ വ്യാമോഹം മാത്രമാണെന്ന് MP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിൽ ജനം പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുന്ന നിലപാടാണ് മോദി സർക്കാർ സ്വീകരിക്കുന്നതെന്നും MP ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF കേരളത്തിൽ ഭരണമില്ല. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഭരണമില്ല. ഇപ്പോഴും അടുത്ത 3ാം ഭരണവും ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞ് ചിരിക്കുന്നതാണ് അവസ്ഥയാണ്. അത് പിടിക്കാൻ കഴിയില്ലെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ അതും വീണ്ടും പറഞ്ഞ് നടക്കില്ല. അത്തരം രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർക്കുക എന്ന് മാത്രമല്ല, നമുക്ക് എല്ലാ രംഗത്തും ഗാന്ധിസത്തിലേക്ക് മടങ്ങി വരേണ്ടുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിലൂടെ നമ്മൾ കോൺഗ്രസ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ടേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഗാന്ധിസത്തിലേക്ക് മടങ്ങിയാൽ മാത്രമേ നമുക്ക് ചരിത്രപരമായി വീണ്ടും അധികാരത്തിൽ എത്താമെന്ന് കഴിയൂ. അവിടെ മോഡി ഭരിക്കുകയാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയാൻ വേണ്ടി മോഡിക്കോ മോഡിയുടെ പാർട്ടിക്കോ ഒന്നും കഴിയില്ല. V. അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി MK രാജൻ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു. അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ മുഖ്യ പ്രഭാഷണം നടത്തി. V. രാജൻ ഉപഹാര വിതരണം നിർവഹിച്ചു. KV നന്ദനൻ, MV ഗംഗാധരൻ, സുധീർ വെങ്ങര, അജിത് മാട്ടൂൽ, PV ധനലക്ഷ്മി, മോഹനൻ കക്കോപ്രവൻ, പുഷ്പകുമാരി, VV രാമചന്ദ്രൻ, രാഹുൽ പൂങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കേരള ചിത്രകലാ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പയ്യന്നൂർ ഗാന്ധി പാർക്ക് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ മിഴി വനിതാ ചിത്ര പ്രദർശനം ശ്രദ്ധേയമായി. 34 ചിത്രകാരികളുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രകൃതിയും സ്ത്രീ മനസ്സിന്റെ വ്യത്യസ്ത ഭാവങ്ങളും ചിത്രരചനയിലെ വൈവിധ്യമാർന്ന സമ്പ്രദായങ്ങളുമെല്ലാം പ്രദർശനത്തിലുണ്ട്. ചിത്രകലാ പരിഷത്ത് വനിതാ വിഭാഗമാണ് മിഴി എന്ന പേരിൽ വനിതാ ദിനത്തിന്റെ ഭാഗമായി ചിത്ര പ്രദർശനം നടത്തുന്നത്. ഇത് 5ാം വർഷമാണ് ചിത്രരചനയിലെ സ്ത്രീ കൂട്ടായ്മയുടെ പ്രദർശനം. പ്രൊഫഷണൽ ചിത്രകാരികൾ മുതൽ വിദ്യാർത്ഥിനികൾ വരെയുള്ളവരുടെ വരകളുണ്ട് പ്രദർശനത്തിൽ. ഇവരിൽ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും മാഹി സ്വദേശിയുമുണ്ട്. ചിത്രകലാ പരിഷത്തിൻ്റെ വനിതാ വിഭാഗം മാണിതിന് മുഖ്യ പ്രാധാന്യം വഹിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. 34 പരം ചിത്രകാരികൾ പങ്കെടുക്കുന്ന ഈ ചിത്രങ്ങൾ പലതരത്തിലുള്ള രചനകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അക്രിലിക് കളറിൽ പെയിൻറ്റിംഗ് ആണ് ഇതിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ത്രീകളെ ശാക്തീകരിക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പയ്യന്നൂർ ലളിതകലാ അക്കാദമി ഗാലറിയിലും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് വരുന്നത്. ഇതിൽ തന്നെ വൈവിധ്യമായിട്ടുള്ള മീഡിയത്തിലുള്ള സ്ത്രീ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളാണ്. ഏകദേശം 60ഓളം ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. K. സ്മിത, ശ്രീജ സത്യനാഥ്, പ്രിയ ഗോപാൽ, സുമ മഹേഷ്, നിഷ ഭാസ്കർ, ജോളി M. സുധൻ, ഭാഗ്യലക്ഷ്മി, ടെസ്സി ജോൺ, PK ഷീന, MV രവിന, സജില മധു, ജെയിൻ, സഹോദരങ്ങളായ സലീന നലവടത്ത്, സബീന നലവടത്ത്, റീബ സുഭാഷ് എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് ചിത്രകാരികൾ.
ഞായറാഴ്ച നടന്ന ചിത്രകലാ ക്യാമ്പ് ഫോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ 26ഓളം കലാകാരികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പെൻസിലവിടെ മുട്ടിക്ക്. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരിങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി പ്രവാസി സംഗമം നടത്തി. നോവലിസ്റ്റും സിനിമാ തിരക്കഥാകൃത്തുമായ CV ബാലകൃഷ്ണൻ പ്രവാസി സംഗമം ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളായി വ്യാപാരവും വ്യവസായവും അനുബന്ധ തൊഴിലുകളുമായി പ്രവാസ ലോകത്ത് ജീവിതം നയിക്കുന്നവരെ ചേർത്ത് പെരിങ്കളിയാട്ട ഭാഗമായി സംഘടിപ്പിച്ച പ്രവാസി സംഗമം നോവലിസ്റ്റും സിനിമാ തിരക്കഥാകൃത്തുമായ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അച്ഛനൊരു നീല നിറത്തിലുള്ള ടെർലിൻ തുണി സമ്മാനിച്ചതെന്ന് എൻ്റെ ഓർമ്മയുണ്ട്. ഇത് 60 കാലത്തായിരുന്നു. അന്ന് ഈ വാക്ക്, നമ്മൾ പ്രവാസം എന്ന വാക്ക് അന്ന് ഉണ്ടായിട്ടേ ഇല്ല. പ്രവാസി കമ്മിറ്റി ചെയർമാൻ രാമചന്ദ്രൻ മെട്ടമൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TKC അബ്ദുൽ ഖാദർ ഹാജി, സീരിയൽ നടി അമൃത S ഗണേഷ്, NKP അസീസ്, ഡോക്ടർ ശിവകുമാർ ഹരിഹരൻ, ഡോക്ടർ TK മുഹമ്മദ് അലി, KV അമ്പുകുഞ്ഞി, രവി പാലായി, M അമ്പുകുഞ്ഞി, പ്രവാസി കമ്മിറ്റി കൺവീനർ പ്രബൽകുമാർ, KP ഗണേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് TV സിനിമാ താരം സിറാജ് പയ്യോളി അവതരിപ്പിച്ച സ്റ്റാർ ഷോ, പ്രവാസി കുടുംബങ്ങളുടെ തിരുവാതിര, ഒപ്പന, യോഗ ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. അനുബന്ധമായി വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അരങ്ങിലെത്തുന്ന നാടകമാണ് കാകജാഗ്രത. പ്രകാശൻ കരിവെള്ളൂരിന്റെയും രതീശൻ അനൂരിന്റെയും നേതൃത്വത്തിലാണ് നാടകം ഒരുങ്ങുന്നത്. സുഖം നമുക്ക് അനുഭവിക്കാനുള്ളതാണെന്നും അതിൻ്റെ ദുഃഖങ്ങൾ നാട്ടുകാരനുഭവിച്ചോട്ടെ എന്നുമുള്ള മനോഭാവത്തിന്റെ ഉൽപ്പന്നമാണ് വലിച്ചെറിയൽ ജീവിതശൈലി. അതിനെതിരെ പ്രതിരോധമൊരുക്കുകയാണ് കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന കാകജാഗ്രത എന്ന നാടകത്തിലൂടെ. വൃത്തികേടാക്കുന്ന ഒരു സമൂഹത്തെയാണ് ഇവർ വൃത്തിയാക്കുന്ന ജോലി ചെയ്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നത്. കരിവെള്ളൂരിന്റെ സ്വന്തം നാടക പ്രവർത്തകരായ പ്രകാശൻ കരിവെള്ളൂരിന്റെയും രതീശൻ അന്നൂരിന്റെയും നേതൃത്വത്തിലാണ് നാടകമൊരുങ്ങുന്നത്. ശുചിത്വവുമായി ബന്ധപ്പെട്ട് ചെറിയൊരു നാടകം നമ്മൾ അരങ്ങേറുകയാണ്. ശുചിത്വ പ്രഖ്യാപനത്തിന് 11-ാം തീയതി. അതിനോടനുബന്ധിച്ച് എല്ലാ സ്റ്റേജുകളിലും നമ്മൾ കയറിയിറങ്ങുന്നതാണ്. പഞ്ചായത്തിൻ്റെ ഭാഗമായി നമുക്ക് 2 സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹരിതമാംഗല്യം എന്നൊരു സംരംഭവും നോക്കുളം എന്ന പദ്ധതിയും പഞ്ചായത്ത് നല്ല രീതിയിൽ നമുക്ക് സഹായിച്ച് നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മനോഹരമായ ഒരു ഗാനത്തോടെ രംഗപടം തുറക്കുന്ന നാടകം പിന്നീട് ഏറെ ചിന്തനീയവും ഉദ്വേഗവുമുള്ള മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്നു. നാടകം അവസാനിക്കുമ്പോൾ നാം പുതിയൊരു ചിന്തയിലേക്ക് എത്തിയേക്കാമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അഭിപ്രായപ്പെട്ടു. ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരായ ഹരിതസേന അംഗങ്ങളുടെ നേതൃത്വത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് കൂടുതൽ ബോധവൽക്കരണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവരുടേതായ സ്വന്തം കലാരൂപത്തിലേക്കൂടി ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു സ്കിറ്റ് കൂടി ഇതിൻ്റെ ഭാഗമായി നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ തന്നെയാണ് അരങ്ങിലെത്തുന്നത്. രഹിൽ മാവില കടപ്പുറം, ബിനു CV എന്നിവർ അണിയറയിൽ പ്രവർത്തിക്കുന്നു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്താണ് കാകജാഗ്രതയുടെ സംഘാടകർ. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വ സന്ദേശം വിളിച്ചോതുന്ന ഈ നാടകം അവതരിപ്പിക്കും. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടന്നുവരുന്ന പെരിങ്കളിയാട്ട മഹോത്സവ നഗരിയിലെ ശുചീകരണത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പങ്കാളിത്തം ശ്രദ്ധേയം. വിവിധ വേദികളിലെയും ഓഡിറ്റോറിയങ്ങളിലെയും രാമവില്യം കഴകം പരിസരത്തെയും ശുചീകരണം ഇവർ ഏറ്റെടുത്തിട്ട് ദിവസങ്ങളായി. വനിതാ ദിനത്തിലും ഇവരുടെ സേവനത്തിന് മുടക്കമുണ്ടായിരുന്നില്ല. തൃക്കരിപ്പൂരിലെ 42ഓളം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ പെരിങ്കളിയാട്ട നഗരിയിലെ അജൈവ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള സമയമാണ് വിനിയോഗിക്കുന്നത്.
ഉത്സവപ്പറമ്പുകളിലെ മാലിന്യ നിർമ്മാർജ്ജനം എന്നത് ഏതൊരു സംഘാടകരുടെയും പ്രധാന വെല്ലുവിളിയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം എത്തിയ രാമവില്യം കഴകത്തിലെ പെരുങ്കളിയാട്ടത്തിൽ ജനപങ്കാളിത്തം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹരിതകർമ്മസേനയുടെ സേവനം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ വനിതകൾ അവരുടെ ജോലികളിൽ സമ്പൂർണ്ണ ജാഗ്രത പുലർത്തി വരികയാണ്. മാലിന്യശേഖരണം കാണുന്നവർക്ക് സേനയുടെ അർപ്പണബോധവും ആത്മാർത്ഥതയും തിരിച്ചറിയാനാവും. കഴിഞ്ഞ ദിവസം നാടെങ്ങും വനിതാ ദിനാഘോഷ പരിപാടികളിൽ സജീവമായപ്പോഴും തൃക്കരിപ്പൂരിലെ ഹരിതകർമ്മസേനാംഗങ്ങൾ പ്രസിഡന്റ് വി രാജശ്രീക്കും സെക്രട്ടറി കെ ഷീനയ്ക്കുമൊപ്പം അജൈവ മാലിന്യ ശേഖരണത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. 25 സംവത്സരങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ പെരുങ്കളിയാട്ടത്തിൽ മാർച്ച് 5 മുതൽ 12 വരെ 42 ഹരിതകർമ്മസേന അംഗങ്ങളും ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഹരിതകർമ്മസേന ഏറെ സന്തോഷം. അതുപോലെ തന്നെ മിനി സ്റ്റേഡിയം മുതൽ എക്സിബിഷൻ ഹാള്, പ്രധാനപ്പെട്ട എല്ലാ റോഡ് സൈഡുകളും ഈ രാമവില്യം പരിസരം മൊത്തം 5-ാം തീയതി മുതൽ നമ്മൾ വൃത്തിയാക്കാൻ അജൈവ മാലിന്യം ശേഖരിക്കാൻ തുടങ്ങിയതാണ്. സംഘാടകരുമായി സഹകരിച്ച് ഹരിതകർമ്മസേനാംഗങ്ങൾ ചെയ്യുന്ന സേവനത്തിന് നാട് ബിഗ് സല്യൂട്ട് നൽകുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU ഏരിയ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി OC ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ണൂർ ജില്ലാ മോട്ടോർ തൊഴിലാളി യൂണിയൻ CITU പയ്യന്നൂർ ഏരിയ സമ്മേളനം പയ്യന്നൂരിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി OC ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. ഇതെല്ലാം സൂചിപ്പിക്കുന്ന അവസരത്തിൽ ഇന്ത്യയിലെ സമ്പദ്ഘടനയെ കെട്ടിപ്പടുക്കുന്നതിൽ ഗതാഗത മേഖലയ്ക്ക് ഉണ്ടാകുന്ന ആ ഒരു മുൻകരുത്ത് അല്ലെങ്കിൽ അതിലെ കൂടി ഉണ്ടാകുന്ന ഒരു സമ്പാദ്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ തൊഴിലെടുക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഗതാഗത മേഖല എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലെ ഒരു ചെറിയ കാര്യം കൂടി ഉൾപ്പെടുത്തി നോക്കുന്ന സമയത്ത് പെട്രോളിയം മേഖലകളിലെ കൂടി നമ്മുടെ രാജ്യത്തിനകത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ 2022-23 കാലയളവിൽ ഒട്ടനവധി സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള സമ്പാദ്യങ്ങളിൽ ലാഭങ്ങൾ കൊയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കണം. ഏകദേശം 4 കോടിയിൽ പരം വരുന്ന സമ്പാദ്യങ്ങളിൽ ലാഭങ്ങൾ അതിനകത്ത് കൂടി കൊയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ നമ്മുടെ ഗതാഗത മേഖലയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു പോകുന്ന സമയത്ത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഗതാഗത മേഖലയുടെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ഏരിയ പ്രസിഡന്റ് KK ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. C ശ്രീജിത്ത്, VK ബാബുരാജ്, ജില്ലാ നേതാക്കന്മാരായ A ചന്ദ്രൻ, മനോഹര ബാബു, സുജിത് കോയോടൻ, CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PV വത്സല ഉദ്ഘാടനം ചെയ്തു. ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ സെമിനാർ സംഘടിപ്പിച്ചു. T ഗോവിന്ദൻ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PV വത്സല ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് അന്തസ്സുള്ള ജീവിതത്തെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ സുരക്ഷിതമായ ജീവിതത്തെ കുറിച്ചാണ്. പക്ഷെ ആ ഭരണഘടനയുടെ 21-ാം അനുച്ഛേദത്തിലെ സുരക്ഷിത ജീവിതം ഇന്ത്യ രാജ്യത്ത് എവിടെയാണ് ഉള്ളത് എന്ന് നമ്മളിപ്പോ ചർച്ച ചെയ്യേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. സുരക്ഷിത ജീവിതം എന്ന് പറയുമ്പോൾ 2 നേരം നമുക്ക് ഭക്ഷണം കഴിക്കാനുണ്ടാവണം, കയറി കിടക്കാൻ ഒരു ഇടമുണ്ടാവണം. ഏരിയ ജോയിന്റ് സെക്രട്ടറി PV സുജ അധ്യക്ഷയായി. സെക്രട്ടറി P ശ്യാമള, PP കോമളവല്ലി, A വത്സല, ഈശ്വരി ബാലകൃഷ്ണൻ, M വനജ, K ശ്യാമള, TV ഷീബ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. എരമം നോർത്ത് എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓലച്ചൂട്ട് ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ പ്രദർശനോദ്ഘാടനം എരമം നോർത്തിൽ നടന്നു. സിനിമാ നാടക സംവിധായകൻ MT അന്നൂർ ഉദ്ഘാടനം ചെയ്തു. എരമം നോർത്ത് എരമം വിജ്ഞാന ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓലച്ചൂട്ട് ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ പ്രദർശനോദ്ഘാടനം എരമം നോർത്തിൽ നടന്നു. സിനിമാ നാടക സംവിധായകൻ MT അന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഇത് കണ്ടു. ഇതിനു മുമ്പേ നാടകമായിട്ട് 2 ടീമുകൾ അവതരിപ്പിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പോലും ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ കഥ എന്താണ്, എങ്ങനെയാണെന്ന്. എന്നിട്ടും നിങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. കാരണം
ഞാൻ ഇതിനു മുമ്പ് നാടകം കണ്ടിട്ടുണ്ട്, ഇതും കണ്ടിട്ടുണ്ട്, ഇതിപ്പോഴും കണ്ടു. എന്നിട്ടും ഈ 3 സമയത്തും എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ഇപ്പം നിങ്ങളുടെ കണ്ണ് തീർച്ചയായിട്ടും നിറഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇതൊക്കെ നമ്മൾ പറയണം. അഡ്വക്കേറ്റ് KP രമേശൻ അധ്യക്ഷത വഹിച്ചു. സിനിമാ സംവിധായകൻ രഞ്ജിത്ത് ലാൽ, ബിജു ഇരണാവ്, ജയദേവൻ കരിവള്ളൂർ, MK രാജേഷ് കുമാർ, KK കുഞ്ഞിരാമൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ഓലച്ചൂട്ട് എന്ന ഹ്രസ്വ ചലച്ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചത് ME ചന്ദ്രശേഖരനാണ്. ചന്ദ്രൻ കാരാട്ട് ക്യാമറയും, രഞ്ജിത്ത് കോയിപ്ര എഡിറ്റിംഗും, സജി സരിക മ്യൂസിക്കും, ഗംഗൻ കാനായി മേക്കപ്പ് നിർവഹിച്ചു. രാജേഷ് ബാബു പയ്യന്നൂർ ഗാനം ആലപിച്ചു. TK രാമകൃഷ്ണൻ മാസ്റ്റർ അന്നൂർ സഹായിയായി പ്രവർത്തിച്ചു. ME മുരളീധരൻ, ME ചന്ദ്രശേഖരൻ, ബോബി സുരേഷ്, K സീമ, ജോൺ ചാണ്ടി, VM ബിജു, അവന്തിക രതീഷ് എന്നിവരാണ് അഭിനേതാക്കൾ. സമകാലിക കുടുംബ വിഷയം പ്രമേയമാക്കിയാണ് ഓലച്ചൂട്ട് എന്ന ഹ്രസ്വ ചലച്ചിത്രം ഒരുക്കിയത്. വട്ടാവെ ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഇതെന്താ അപ്പൂപ്പ വെള്ളം? അയ്യേ, അപ്പൂപ്പ മൂത്രമൊഴിച്ചോ? അമ്മേ, അമ്മേ, ആ അപ്പൂപ്പ കിടക്കയിൽ മൂത്രമൊഴിച്ചു. ഓ ആശ. കടന്നപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വനിതാ ദിനത്തിൽ ലഹരിക്കെതിരെ അമ്മമാരോടൊപ്പം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ ഉദ്ഘാടനം നിർവഹിച്ചു. PTA ഭാഗമായി മാത്രമുള്ള ഒരു ബോധവൽക്കരണ പരിപാടികളോ മറ്റോ നടത്തിയാൽ മാത്രമേ ഒരു പ്രതിസന്ധി നമുക്ക് മറികടക്കാൻ വേണ്ടി സാധിക്കില്ല. മറിച്ച് നമ്മുടെ പൊതുസമൂഹത്തിന്റെ മൊത്തത്തിലുള്ള കൂട്ടായ്മയിലൂടെ നമുക്ക് ഈ ഒരു ദുഷ്പ്രവണതയെ തുളച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇന്ന് പല തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുള്ള കുട്ടികളായാലും മുതിർന്നവരായാലും അവർക്ക് ആവശ്യമുള്ള പ്രചോദനം പ്രധാനമായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും, അതോടൊപ്പം തന്നെ ഇന്ന് ഏത് കാര്യങ്ങളും ചെയ്യേണ്ട എളുപ്പ വഴികൾ. ചടങ്ങിൽ PTA പ്രസിഡന്റ് PV രാജേഷ് അധ്യക്ഷനായി. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K മോഹനൻ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ ബേബി മനോഹരൻ, പാപ്പനിശ്ശേരി അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ PMK സജിത് കുമാർ, MK ഷിബു, M സിൽജ, ലതീഷ് പുതിയടത്ത്, കേഡറ്റുകളായ P ഹരിനന്ദ്, വാണി ശിവജി, PV കാർത്തിക എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ലഹരി വിരുദ്ധ ശൃംഖലയും തീർത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഒന്നാണ്. നിങ്ങളും ഞങ്ങളും മറ്റുള്ള പ്രിയപ്പെട്ടവനോ പ്രിയപ്പെട്ടവളോ ആണ്. അമ്മയും സഹോദരങ്ങളും. മയക്കുമരുന്നിനെതിരെ പ്രതിരോധം തീർക്കാനുള്ള ആഹ്വാനവുമായി പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം വനിതാ ദിനം ആചരിച്ചു. പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്വപ്നദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മയക്കുമരുന്നിനെതിരെ പ്രതിരോധം തീർക്കണമെന്ന ആഹ്വാനവുമായി പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയം വനിതാവേദിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. പയ്യന്നൂർ DYSP ഓഫീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സ്വപ്നദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അമ്മ വെച്ചിട്ടുള്ള പാത്രങ്ങളും ബോക്സുകളും പണ്ടൊക്കെ അരിയും കാലത്തിലാണ്, ഇപ്പം അതൊന്നുമില്ല. ഇപ്പം അതൊക്കെ മാറി അമ്മ പേഴ്സിലൊക്കെ അല്ലെങ്കിൽ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ തപ്പിയിട്ട് അതല്ല എങ്കിൽ അമ്മയുടെ ഫോൺ എടുത്ത് ഗൂഗിൾ പേ ചെയ്യാനും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇന്ന് മടിയില്ലാത്ത വിധം നമ്മുടെ മക്കൾ മാറിയിരിക്കുകയാണ്, നമ്മുടെ മക്കളെ മാറ്റിയിരിക്കുകയാണ്. ഇതാരാണ് ഇതിന് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. വനിതാവേദി വൈസ് പ്രസിഡന്റ് AV സീമ അധ്യക്ഷയായി. കൺവീനർ K അനിത, PT ഷൈനി, PP അനിത, ഷീബ മുരളി, സജിഷ അയ്യക്കാട്, PV കാർത്തിയായനി, KP രമേശൻ, ശശിധരൻ ആലപ്പടമ്പൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പിലാത്തറ ഏരിയ സമ്മേളനം പിലാത്തറ പാട്യം മന്ദിരത്തിൽ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV പുഷ്പജൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ പാട്യം മന്ദിരത്തിൽ വെച്ച് നടന്ന ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പിലാത്തറ ഏരിയ സമ്മേളനം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV പുഷ്പജൻ ഉദ്ഘാടനം ചെയ്തു. മെമ്പർഷിപ്പ് ഒഴിഞ്ഞു പോകുന്നത് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്
നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ സംഘടന മെമ്പർഷിപ്പ്, ഏതൊരു സംഘടനയും അടിസ്ഥാന ഘടകം മെമ്പർഷിപ്പാണ്. മെമ്പർഷിപ്പ് കൊഴിഞ്ഞു പോകുമ്പോൾ സംഘടനയുടെ പ്രവർത്തനം കുറയും, അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നിർബന്ധമായി നമ്മൾ മനസ്സിലുണ്ടാവണം. ഞാൻ ഈ റിപ്പോർട്ട് കഴിഞ്ഞ് അവസാന ഘട്ടം ഞാൻ കൃത്യമായി 50 രൂപ എങ്ങനെ കുറഞ്ഞു അറിയണ്ടേ? നിങ്ങൾ പറഞ്ഞില്ലേ 300 രൂപ നമ്മളിപ്പം കൊടുത്തു, സാധന സഭ മെമ്പർഷിപ്പ് ചേർത്തു. പുതിയൊരു മെമ്പർ ചേർക്കാൻ വേണ്ടി 250 രൂപ വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ 50 രൂപ എങ്ങനെ കുറഞ്ഞു നിങ്ങൾക്ക് അറിയില്ലല്ലോ. അറിയോ? ഇല്ല. നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 50, 100 കുറക്കുന്നുണ്ട്. അതൊന്നും നമുക്കറിയില്ല. അതും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരു പുതിയ മെമ്പർഷിപ്പിൽ ഒരാളെ കൊണ്ടുവരാൻ വേണ്ടി. കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ശ്യാമള സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. കെ ബാലകൃഷ്ണൻ, നളിനി NV, ബിന്ദു P എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. ഹൈവേ വികസനത്തിന്റെ പേരിൽ ഒഴിപ്പിക്കപ്പെട്ടവർക്ക് ബാക്കി നൽകാനുള്ള ആനുകൂല്യം നൽകണമെന്നും AKTA പെൻഷൻ തുക 1600 നിന്നും 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും മെമ്പർമാരായ വിധവകൾക്കും വികലാംഗർക്കും നിഷേധിക്കപ്പെട്ട പെൻഷൻ തുക അനുവദിച്ചു കൊടുക്കണമെന്നും സമ്മേളനം അധികാരികളോട് ആവശ്യപ്പെട്ടു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ രക്തസാക്ഷി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് പെൺമ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PP അനിഷ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ രക്തസാക്ഷി വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് പെൺമ പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. കരിവെള്ളൂർ നോർത്ത് സ്കൂളിൽ നടന്ന സാംസ്കാരിക സായാഹ്നം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം PP അനിഷ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് അഭിമുഖീകരിക്കാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും സ്നേഹത്തോടുകൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ചടങ്ങിൽ PV മഞ്ജുള വേണി ടീച്ചർ അധ്യക്ഷയായി. TV തമ്പാൻ, K സതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കരിവെള്ളൂർ രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. 10ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. കരിവെള്ളൂർ രക്തസാക്ഷി സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. കൈകൊട്ടിക്കളിയുടെ സൗന്ദര്യം ഒട്ടും ചോരാതെ തന്നെ മത്സരാർത്ഥികൾ ചുവടുവെക്കുന്ന കാഴ്ചയാണ് കാണാനായത്. പ്രത്യേക നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നിലവിളക്കിനു ചുറ്റുമായാണ് കൈകൊട്ടിക്കളി നടന്നത്. ഇതര കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഏറെ ശാരീരികാധ്വാനം വേണ്ടിവരുന്ന ഒന്നാണിത്. ചടുലമായ സംഗീതത്തിനനുസരിച്ച് ചുവടുകൾ വയ്ക്കുന്നതാണ് ഇതിന്റെ രീതി. തിരുവാതിര കളി എന്ന അനുഷ്ഠാന കലയിൽ നിന്നും കൈകൊട്ടിക്കളിയെ വ്യത്യസ്തമാക്കുന്നതും ഇതുതന്നെ. കുട്ടികളുടെ കൈകൊട്ടിക്കളിയും ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു. 10ഓളം ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. റെഡ് സ്റ്റാർ പാലത്തറ 1ാം സ്ഥാനവും ജോളിയാഡോട്ട് 2ാം സ്ഥാനവും യങ് ഇന്ത്യൻസ് വലിയപ്പോയിൽ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അമ്പലക്കുന്നിറങ്ങി വരുന്നോരെ കാത്തരുളിയിടുന്ന മുത്തപ്പ ദൈവേ, ആകമേറി തളർന്നെത്തിടുന്നോർക്ക് ആകമകറ്റിടും ആശ്രയമല്ലേ. അമ്പിളിത്തെല്ലുപോലുള്ള തെല്ലക്കേരകൂട് നൽകിയ കൊടും വിശപ്പും നടക്കൂ തീയാർത്താരാ. ചെറുതാഴം റെഡ് സ്റ്റാർ കൊവ്വൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ പോള കൃഷ്ണൻ 1ാം ചരമവാർഷികം സംഘടിപ്പിച്ചു. IV ശിവരാമൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം റെഡ് സ്റ്റാർ കൊവ്വൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ കൊവ്വലിലെ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനും വായനശാല പ്രവർത്തകനുമായിരുന്ന പോള കൃഷ്ണൻ 1ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. IV ശിവരാമൻ അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം ഈ സമൂഹത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയ ചടങ്ങിൽ ക്ലബ്ബ് രക്ഷാധികാരി PV ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. U സുരേശൻ, V രമേശൻ, K മനോജ്, T രമേശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാങ്കുൽ പ്രണവം കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു. ടൗൺ സ്ക്വയറിൽ നടന്ന സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K പത്മിനി ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ പ്രണവം കലാസാംസ്കാരിക സമിതി വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ സന്ദേശയാത്ര സംഘടിപ്പിച്ചു.
കാങ്കോൽ നോർത്തിൽ നിന്നും പുറപ്പെട്ട ജാഥ കാങ്കോൽ ടൗൺ സ്ക്വയറിൽ സമാപിച്ചു. സമാപന സമ്മേളനം കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് തന്നെ കേരളം പോലത്തെ സംസ്ഥാനം വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ഏത് മേഖല എടുത്തു നോക്കിയാലും വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന നമ്മുടെ സംസ്ഥാനത്താണ് ലഹരിക്കെതിരെ നമ്മൾ നടത്തുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും ഇതേപോലുള്ള പ്രകടനങ്ങളും കൂട്ടായ്മകളും. ചടങ്ങിൽ മഞ്ജുഷ കെ വി അധ്യക്ഷയായി. പയ്യന്നൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ ദിനേശൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ വാർഡ് മെമ്പർ കെ രാജൻ, രേണുക കെ പി, രാജേഷ് കെ ടി, ഗീത പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.